ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണേ. എന്നാന്നറിയാവോ, ഇന്നൊരു പ്രധാനപ്പെട്ട നല്ലൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് കുമ്പളങ്ങി ടൂറിസ്റ്റ് വില്ലേജ്. ഇവിടെ ഒരുപാട് പേര് ടൂറിസ്റ്റ് ഒക്കെ ആൾക്കാർ വന്നു. ഇത് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇന്നൊന്ന് അടിച്ചു പൊളിക്കാൻ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്, ചങ്കുകൾ. ഞങ്ങൾ 4 പേര് നല്ല ഒരുങ്ങി ചട്ടയമുണ്ടൊക്കെ നോക്ക്, ചട്ടയമുണ്ടൊക്കെ ഇട്ടിരിക്കുന്ന ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേരും അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. വരൂ ഗൈസ്, വരൂ വരൂ. ഹലോ റാണി, ഇത് എന്താണ് നീ ഇവിടെ എന്താ വ്ലോഗ് എടുക്കണ? ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ്. എന്താ സ്പെഷ്യല്? നമ്മുടെ സൂര്യ ടിവിയുടെ ക്രിസ്മസ് ദൈവമേ, ഞാൻ മറന്നു. സത്യം പറയാം, സൂര്യ ടിവിയുടെ പരിപാടിക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ 4 പേരും സൂര്യ ടിവിയും ചേർന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ട്രീറ്റ് ആണ് മെറി മോംസ്. അപ്പൊ ഇന്നൊരു നല്ല ദിവസമായിട്ട് നമുക്ക് പള്ളിന്ന് തന്നെ തുടങ്ങാം റാണി. ശരിയാണ്, എപ്പോഴും നമ്മള് പള്ളി പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ആദ്യം വേണ്ടത്. പക്ഷെ ഇന്ന് ഫുൾ പള്ളിയിൽ ആണോ? പക്ഷെ നമ്മള് ക്രിസ്മസ് അല്ലേ, എപ്പോഴും പള്ളിയും പ്രാർത്ഥനയാണ്. പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ വെച്ച് മുഴുക്കര് നമ്മൾ ഈ 4 അമ്മമാര് ഈ മെറി മോംസ് അടിച്ചു പൊളിച്ച് തകർക്കും. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുവാണേ. അതെ. അല്ല റാണി, നമ്മുടെ ഫുഡിന്റെ കാര്യമൊക്കെ എന്താ ചെയ്യാ? അതിനെ പറ്റി ഒട്ടും വിഷമിക്കണ്ട. ഞാൻ എല്ലാ സാധനവും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നറിയാവോ, നല്ല പാലപ്പം ഉണ്ടാക്കാനുള്ള സാധനവും പിന്നെ ബീഫ് പേരളൻ ഉണ്ടാക്കേണ്ട എല്ലാ സാധനവും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 പേരും കൂടി അതങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് പാക്ക് ചെയ്തിട്ട് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കും. പോയാലോ? ഞാൻ ഭയങ്കര സന്തോഷത്തിലാവുണ്ട്. എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ? എല്ലാം അടിപൊളിയാക്കി. എല്ലാ റാണി അപ്പത്തിനുള്ളതും ബീഫിനുള്ളതും എല്ലാ സാധനവും ഞാൻ റെഡിയാക്കി നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ലൈല, ഇത് എന്റെ ഫ്രണ്ട് മോളി. ഹായ് മോളി, ഞാൻ ലൈല. പറഞ്ഞു കാണുമല്ലോ അല്ലേ? ഓക്കെ. ഇത് എന്റെ ഫ്രണ്ട് സുശീല. സുശീല നമ്മുടെ ടീച്ചറാണ്. ടീച്ചറാണ്, പാട്ട് പാടുന്ന സുശീലല്ല കേട്ടോ, ടീച്ചറാണ്. നമ്മള് 4 പേരും ഫ്രണ്ട്സ് ആയില്ലേ? എന്റെ നിന്റെ ഒന്നും ഇല്ല. അതെ അതെ. അപ്പൊ റാണി, ഞാൻ പാലപ്പം റെഡി ആക്കുമ്പോഴത്തേക്ക് ഞാൻ ബീഫ് അങ്ങോട്ടൊരു പേരളൻ അങ്ങോട്ടാക്കും. പൊളിക്കണം. അപ്പൊ നമ്മള് ഇതെല്ലാം വേഗം ചെയ്തിട്ട് അത് തന്നെ നമുക്ക് പള്ളിയിൽ പോണം. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കാം. ഓ ശരി ശരി, ഓക്കെ. റാണി ഇങ്ങോട്ട് വരിക, ഞാൻ അങ്ങോട്ട് വരിക. കുട്ടിയും കൂടെ പൊക്കോളൂ. ഇത് തലേ ദിവസം വേവിച്ചു വെച്ചു. നേരത്തെ വേവിച്ചു വെച്ചു. ഞാൻ ഗ്യാസ് ഓണാക്കാണ്. നമ്മള് പണ്ട് കാലത്ത് എന്റെ അമ്മയൊക്കെ ഞങ്ങളുടെ വീട്ടില് നമ്മുടെ ക്രിസ്മസിന് ഞങ്ങളുടെ സ്പെഷ്യൽ സാധനം എന്ന് പറയണത് രാവിലെ ഒന്നല്ലെങ്കിൽ ബീഫ് സ്റ്റൂവും ബ്രെഡോ അല്ലെങ്കിൽ അപ്പം, നമ്മുടെ ബീഫ് സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ക്രിസ്മസിന് കള്ളപ്പം അതന്നെ ബീഫ് അതുണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, അന്ന് ഇതെങ്ങനെ ഉണ്ടാക്കണേന്നറിയോ? അന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരലില് അരി തലേ ദിവസം കുതിർത്തി അത് നല്ലോണം ഇടിച്ച് 2 പേര് അപ്പുറത്തിരുന്നിട്ട് വീശി ഇടിച്ച് അത് പേറ്റി ഇരുന്നാഴി അരി ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരുന്നാഴി അരി ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അതിവിടെ ഡാൻസ് സ്റ്റെപ്പായി അന്ന് ഇടിച്ച് പഠിച്ചോണ്ട്. അപ്പൊ അത് കപ്പി കാച്ചിട്ടാണ് നമ്മള് ഉണ്ടാക്കുക. അതേ മോളി, എന്തോന്നും ഉണ്ടായി എന്നെക്കാളും കുറച്ചുകൂടെ മോളിക്കായിരിക്കും കുറച്ചുകൂടെ ഒക്കെ അറിയാവുന്നത്. ഞങ്ങളൊക്കെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേ കള്ളപ്പവും ബീഫ് കറി പിന്നെ വട്ടയപ്പവും അത് എല്ലാരും കൂടെ കൂടി ഇരുന്നൊരു കഴിക്കലാണ്. ഞങ്ങൾക്ക് ഈസ്റ്ററിനാണ് വട്ടയപ്പം. പിന്നെ വീട്ടിൽ തെങ്ങ് എത്തുന്ന കള്ളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ കൂടി ഇരുന്ന് കള്ളൊക്കെ കുടിച്ച് അപ്പൊക്കെ തിന്ന അതൊരു പ്രത്യേകതയാണ്. വട്ടയപ്പമാണോ? വട്ടയപ്പവും കള്ളപ്പവും. ഓ ശരി. ഓ രണ്ടും ഉണ്ടാവും അല്ലേ? ബീഫ് കറി, കോഴിക്കറി. അതെ. ഇതിനകത്ത് ഒരു ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റാണി. ആ ഇലയുടെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് അപ്പത്തിലേക്ക് അങ്ങോട്ട് കേറിക്കോട്ടെ. ഞാൻ ബീഫിന്റെ
ഇതെല്ലാം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടെ. എല്ലാം ഓക്കേ, ഓക്കേ. പൊടികളെല്ലാം ഒന്ന് കുഴച്ച് വെക്കണം. നമുക്ക് ഒരു 1/2 മണിക്കൂർ കുഴച്ച് വെക്കണം. ഓക്കേ, പൊളി അതിങ്ങ് എടുത്തേ. അന്നേരം ആ സ്വാദ് ആ ഉവ്വ. ഇനി നമുക്ക് ആദ്യം ഇടേണ്ടത് മഞ്ഞപ്പൊടി, കുറച്ച് ഇഞ്ചി ഇടുവാണേ. വെളുത്തുള്ളി, വെളുത്തുള്ളി കുറച്ച് ഇടണം. പച്ചമുളക്, നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് മതി. അത് മീറ്റ് മസാല, ഇതാണ് നമുക്ക് മെയിൻ വേണ്ടത്. മണത്ത് നോക്കിയാൽ എനിക്കറിയത്തുള്ളൂ. മല്ലിപ്പൊടി, ചെറിയുള്ളി എന്താ അതിന്റെ എല്ലാത്തിനും നല്ലതാണ്. സവോളയെല്ലാം കൂടി കുറച്ചങ്ങോട്ട് ഇടാം. നമുക്കിനി വലത്താൻ നേരം എടുക്കാം. ഇച്ചിരി കരിയാപ്പല ഇടാവേ. മറ്റേ കളർ മുളക് പൊടിയാണേ, കാശ്മീരി. ഇത് ഇച്ചിരി ഇട്ടേക്കാം. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. എന്റെ അപ്പം റെഡി ആയതിന് കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അതൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. ഇതൊക്കെ കൂടാതെ ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ചാടാനായിരിക്കും. സുശീല, ഇതൊന്ന് നോക്കിക്കോട്ടോ. ഞാൻ പാലായിൽ പണ്ട് മീനസായിട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിട്ടുള്ള ആളാ കേട്ടോ. പാലായിലെ മീനസായിട്ടിൽ കുഞ്ഞിലെ. പക്ഷെ നീന്തുന്നത് എങ്ങനെയാന്നറിയപ്പോ പുറകോട്ടാ പോണത്. ഇനി ആരെല്ലാം പിടിച്ചു കയറ്റണം തന്നെ. വരൂ. നോക്കട്ടെ. ഇതെല്ലാം ഈ ചൂണ്ടയിൽ പിടിച്ചാണോ? ഓ, ഈ കെട്ടിൽ എന്തൊക്കെ മീനുണ്ട്? സകല മീനുണ്ട്. ഓ, എന്തൊക്കെയാ ചേട്ടാ? കരിമീന. ഓ, ശരി. ഇത് അടിപൊളി കരിമീന. ഇത് നമ്മൾ തീറ്റ കൊടുത്തിട്ട് നമ്മൾ വളർത്തി. ഓ, ശരി. ചേട്ടാ, ഞങ്ങളെ ഇവിടെ ഒരു കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരണം. ഓക്കെ. സർപ്രൈസ് വരാൻ പോയ ആൾ എവിടെ പോയി? കഴിഞ്ഞാ നിങ്ങടെ സർപ്രൈസ് എവിടെയാ? അതിന് വേണ്ടി നിൽക്കുവാ. സർപ്രൈസ് ഇപ്പൊ വരും. ഇനി ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവാണേ. ചട്ടി വെച്ചു കേട്ടോ. ഇനി ചട്ടി ചൂടാകും. എണ്ണ ഒഴിക്കുക. ചട്ടിക്ക് ചൂടാവാൻ ഒരു സമയം കൊടുക്കും. അതെ, മതിയാ? എണ്ണ മതിയാ? കുറച്ചുകൂടി എടുക്കാം അല്ലേ? കാറ്റുണ്ട് കേട്ടോ. കണ്ട വെച്ച് സബോള ഇട്ടിട്ടേ നല്ലപോലെ. കടുക് വേണോ മോളി? പിന്നെ ഇവന് ആദ്യം പറഞ്ഞത് തേങ്ങക്കൊത്താണ്. അത് പിന്നെ റാണി, നീ വലിയ പാട്ടുകാരിയൊക്കെ. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമില്ല. 2 വരി പാടണോ? നിങ്ങളെ മാത്രം കേൾപ്പിക്കാൻ വേണ്ടി 2 ലൈൻ പാടാം. പാട്ട് പാടണമെങ്കിലേ എന്റെ ആ പാട്ട് ബുക്ക് ഒന്ന് വേണം. സംഗതികൾ വരാം ഒരു ശകലം, അല്ലെങ്കിൽ പിന്നെ നമ്മള് മറന്നു പോകൂലോ. പ്രായമൊക്കെ ആയില്ലേ? മോളി ആ ബുക്കിംഗ് എടുത്തപ്പോൾ കണ്ടാ തോന്നുകയില്ല കേട്ടോ. ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ സവോള ഉണ്ട്. എണ്ണ ചൂടായി കേട്ടോ. എണ്ണ ചൂടായി. അത് ഇളക്കിക്കൊണ്ട് നമുക്കൊരു കുഞ്ഞു പാട്ട് പാടാം. എത്ര ഇടണം? അത് 2 കിലോയില്ലേ? കുറെ ഇട്ടു, പകുതി ഇട്ടു. ഈ സോളമനും ശോഷന്നയും കണ്ടുമുട്ടി പണ്ടേ, മാമോദീസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ, കണ്ണുകൊണ്ടും ഉള്ളുകൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ. നീ നിന്റെ പണി ഞാൻ കേറിയെടുത്തു. കൈ പൊള്ളരുത് കേട്ടോ മോളെ. ഓ, ഞാൻ എന്റെ സർപ്രൈസ് പൊളിക്കാൻ പോകുന്നു. കൊണ്ടുവാ. ശരിയാക്കിയോ? പിന്നെ മല്ലിപ്പൊടി, പൊട്ടപ്പനാക്കിയല്ലോ. മീറ്റ് മസാല, മുളക് പൊടി എല്ലാം എടുത്തോ. ഇതാണ് എന്റെ സർപ്രൈസ്. കണ്ടല്ലോ? അയ്യല്ല, പൊരിച്ചത്. അതാണ് വരട്ടത്. അത് വരട്ടെ. അങ്ങനെ ബീഫിന്റെ പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നില്ലേ? നമുക്ക് ഈ എന്താ കരിയാപ്പില ഭയങ്കര നല്ലതല്ലേ? വെളിച്ചെണ്ണയായിട്ടുള്ള വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടെ നല്ല തലിമുടി വളരാനൊക്കെ. തക്കാളി തക്കാളി ഇട്ടു കേട്ടോ. റാണി, ഞാനിതൊന്ന്
പെരട്ടി വെച്ചിട്ട് ഇത് നമുക്കിത് ശരിയാക്കാം. സുശീല ഇതൊന്നും മാറ്റുമോളെ. റാണി ഞാനപ്പൊ ഇതിന്റെ പണി നോക്കട്ടെ കേട്ടോ. ശരി കേട്ടോ, ഞാൻ ഓർത്തോളായിരുന്നു വരേണ്ടേന്ന്. വരയണം, അല്ലെങ്കിൽ അതില് മസാല പിടിക്കില്ല. അതെ 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 അതെ. അപ്പൊ നമ്മുടെ ബീഫ് വിരളനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് കരിമീനും ആകും, അപ്പവും ആയിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കണം. അപ്പം ഇവരിതൊക്കെ ഉണ്ടാക്കട്ടെ, നമുക്ക് സാലഡ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ടോ? മഞ്ഞപ്പൊടി ഇടണം, ഇത്തിരി ഇട്ടൂടാ. മഞ്ഞപ്പൊടിയും കൂടെ ആവും. ഇതിന്റെ മിക്സിംഗ് ആണ് അതിന്റെ ഒരു കൂട്ടിന്റെ. അപ്പൊ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞ് ഇതൊരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഞാൻ വിചാരിച്ചില്ല എന്ത് സർപ്രൈസ് ആയിട്ട് ഈ കരിമീൻ വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. നമ്മൾ ഒരു ഹാപ്പിയില് എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോ ഇതൊക്കെ വരുമ്പോ നമുക്കിടെ ഒരു ഉഷാറായില്ലേ. ആ റെഡിയായി കേട്ടോ. നമുക്കിത് ഇനി അങ്ങോട്ട് മാറ്റാം. ചേട്ടൻ എങ്ങോട്ടൊന്നും അറിയാവോ? ഇത് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് പാക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാനാ ചർച്ചിലേക്ക്. അങ്ങോട്ട് മാറ്റിട്ടെ നമ്മുടെ സലാഡിന്റെ സാധനം ഇങ്ങോട്ട് തന്നെ കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കണത് വെജിറ്റബിള്, നിങ്ങളൊക്കെ ഫിഷും ബീഫും ഒക്കെ ബീഫ് കറി വെച്ചു. അതായത് ഇവര് ഹെൽത്തി. ഞങ്ങള് ഹെൽത്തിന്റെ ആളാണ്. ഇത് ചെറുപയർ മുളപ്പിച്ചത് ചെറുതായിട്ട്, പിന്നെ ഇത് വൻപയർ ഇതുപോലെ തന്നെ ചെയ്തതാണ്. അതായത് മുളപ്പിച്ച്, മുള ശരിക്കും വരുന്നേ ഉള്ളൂ, മുളപ്പിച്ച് ബോയിൽ ചെയ്ത്. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടിച്ചെന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഫുഡാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പണ്ടത്തെ ആളുകൾക്ക് ഇപ്പോഴത്തെ കുട്ടികളെക്കാളും ഹെൽത്ത് ഉണ്ട്. അപ്പൊ ഈ വൈറ്റമിൻ സിയുടെ ഒക്കെ, അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഒത്തിരി പെട്ട കുട്ടികൾക്കുണ്ട്, വെയിലൊക്കെ കൊള്ളാത്തതുകൊണ്ട്. വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അപ്പൊ ഒരു നേരം നമ്മൾ ഫുഡ് ചെയ്തിട്ട് പകരം നമ്മളിപ്പോ ഇതൊരു നേരം എടുത്താൽ മതി നമുക്ക്. ഇതിനകത്ത് നമ്മൾ ഇതിപ്പോ ക്യാരറ്റ് സ്ലൈസ് ചെയ്ത്, ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ ഫുള്ള് ഏകദേശം ഇല്ല, പിന്നെ ഇനി നമ്മൾ പയറ് എല്ലാം ചേർത്തു, സവാള. ഇനി ഇത് തക്കാളിയാണ്. തക്കാളിയുടെ സീഡെല്ലാം കളഞ്ഞ് അതിന്റെ കട്ട് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് നമ്മൾ ചേർക്കണത് ഈ കുരുമുളകിന് പകരമാണ്. മതി ചേർത്താ മതി. ഇത് ആപ്പിൾ സിഡർ വിനെഗറാണ്. ഇത് ഏകദേശം ഒരു 1.5 മതി. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇത് ഹെൽത്ത്, നമ്മുടെ ഹെയറിന് ഒക്കെ നല്ലതാണ്. സ്കാൽപ്പ് ഇത് അത് മുടി വളർച്ചയ്ക്കും, അതുപോലെ തന്നെ ഇപ്പൊ ഈ മസിൽസിനും ഹാർട്ടിന് തക്കാളി ചേർക്കല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് വേണത്, ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം. ഇത് ചാറ്റ് മസാലയാണ്, അത് കുറച്ചിട്ടിട്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മതി. പിന്നെ ഇത് കുരുമുളക് പൊടിച്ചത്, പിന്നെന്താണ് ഇത്രയും മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിന്റെ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മളധികം കുക്ക് ചെയ്യാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മള് വെജിറ്റബിൾ നമ്മള് നല്ലൊരു ഐറ്റം ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും. അതെ, അതുപോലെ തന്നെ നമ്മൾ ഈ ബീഫൊക്കെ കഴിക്കുമ്പോഴല്ലോ ഇത് കഴിക്കണം. ഓയിൽ ഫ്രീ ആണിത്, ഓയിൽ ഉപയോഗിക്കണില്ല. ഓയിൽ നിങ്ങളുടെ അത് കഴിഞ്ഞില്ലേ? എന്റെ ഫിഷ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അപ്പൊ അതിന്റെ പണിയിലേക്ക് പോകും. എടി വൈനുണ്ടോടി? ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയ വൈനുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ എല്ലാ കൊല്ലവും വൈൻ. അല്ല, നീ അതിന്റെ എക്സ്പെർട്ടാന്ന് എനിക്കറിയാം. വൈന, കേക്ക്, ഇങ്ങനെയൊന്ന് വെക്കും അല്ലേ? കരിയാപ്പല അടി പിടിക്കാതിരിക്കാൻ. എന്താണ് ശോഭ ഇങ്ങനെ? അവരുടെ സാലഡ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു.
നമ്മുടെ ഇപ്പൊ തന്നെ അതെ. അധിക സമയം ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്യണം. ഡെക്കറേഷൻ ഇതിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് ഉണ്ട് കണ്ടോ. ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കരിയാപ്പല ഇങ്ങനെ നിരത്തിയിടും ബെഡ് പോലെ. എന്നിട്ട് ആ ബെഡിന്റെ മേളിലേക്ക് മീനിടും. അപ്പൊ കണ്ടോ കരിയുന്നില്ല. ശരിക്കും ഞാൻ ചിലപ്പോ മറന്നു പോകും കരിയാപ്പല ഇടാനൊക്കെ. ഇത് നല്ലതാ കരിയാപ്പല ഇങ്ങനെ ഇട്ടാൽ മേലി മീനെടുത്തിട്ട്. ഇതൊക്കെ വരുമ്പോ പിന്നെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാലോ. കഴിഞ്ഞോ? ഞങ്ങളുടെ കഴിഞ്ഞു. ഉപ്പൊക്കെ നോക്കിയോ? ഞങ്ങൾക്ക് കഴിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിക്കോ. സൂപ്പറാണ് കേട്ടോ. സൂപ്പറായില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാനതൊക്കെ പെരട്ടനെന്താന്ന് വെച്ചാല് കാണാൻ ഭംഗിയുണ്ടാവണം. ഇത് വെച്ചു കൊണ്ടുവരും. ഇപ്പൊ ഇത് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ കരിമീൻ റെഡിയായി. റെഡിയായി. രണ്ടെണ്ണം റെഡിയായേ. കരിമീൻ നീ അവിടെ വെച്ചോ. ആ കരിവേപ്പില അത് കിടന്നോട്ടെ. അടുത്ത മീനെ കരിയോ അത് ചേച്ചി മോളി. അപ്പൊ ഞങ്ങളുടെ ഈ കരിമീൻ വറുത്തതുമായി. ഇനി ഇതെല്ലാം കൂടി പാക്ക് ചെയ്യണം. ചേട്ടൻ ഇങ്ങോട്ട് നോടി വന്നേ. ഇതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് ഞങ്ങളുടെ മോളി ഓടിക്കുന്ന വണ്ടിയിലോട്ട് കൊണ്ടങ്ങ് വെക്ക്. ഞങ്ങൾ പള്ളിയിലേക്ക് പോകട്ടെ. പള്ളിയിൽ പോയാലും കഴിക്കാനും ധൃതിയായി. അതെ. അല്ല നമ്മുടെ വണ്ടി ആരാ ഓടിക്കുക? ഏതാരം പോണു മുമ്പില്. നമ്മുടെ ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ. ലൈസൻസ് ഒക്കെ വല്ലതും ഉണ്ടോ? പിന്നെ 30 വയസ്സിലെടുത്തല്ലേ. 30 വയസ്സിലെടുത്തതാണ്. എന്നാ നമുക്ക് പേടിക്കാണ്ട് അങ്ങോട്ട് പോവാം. ഉറപ്പല്ലേ റാണി? പിന്നെ ധൈര്യമായിട്ട് കേറാം. കാരണം എന്നാ വെച്ചാലേ ഇത് 30 കൊല്ലമായി എന്നാ പറഞ്ഞ. ഇപ്പൊ 30 കൊല്ലമായി. 30 കൊല്ലമല്ല, 30 വയസ്സില്. 30 വയസ്സിലാണ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ആരും പഠിപ്പിച്ചോന്നുമല്ലെന്നോ, തന്നെ പഠിച്ചാണ്. പക്ഷെ എനിക്കിപ്പോഴും അത്ഭുതം എന്നാന്ന് വെച്ചാലോ, രാത്രി പോലും ഉണ്ടല്ലോ മകളുടെ അടുത്തോട്ട് പോകും തോന്നുന്നത് അങ്ങനെ അവിടെ എല്ലാം തന്നെ ഈ വണ്ടി എടുത്തോണ്ട് കണ്ണടി പോലും വെക്കാതെയാണ്. ഞാനൊരു വണ്ടി മേടിച്ച് അവിടെ ഇട്ട് വണ്ടി കാണുമ്പോഴത്തെ ഞാൻ പെരക്കകത്ത് കയറിയിരിക്കും. എന്റെ വണ്ടി ഞാനും വണ്ടി ഓടിക്കും. പക്ഷെ വണ്ടി ഞാൻ മോളി ഓടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നല്ല പ്രാർത്ഥന. അയ്യോ അച്ഛാ, അച്ഛാ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ അച്ഛാ ഈ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അച്ഛാ. എന്താണ് അടിപൊളിയായിട്ടുണ്ടല്ലോ. അമരാവതി പള്ളിയിൽ വരാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ് അച്ഛാ. അച്ഛനെയും കാണാൻ പറ്റിയതില് എന്താ പറയാ, എല്ലാം ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് മറക്കാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് ആണ്. ഞങ്ങൾ സ്വപ്നത്തിലാണോന്ന് പോലും ഞങ്ങളിപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സന്തോഷമാണ്. അതെ അതെ അതെ. ഞാനൊന്നും വന്നിട്ടില്ല, ഇങ്ങോട്ടൊക്കെ വരണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു.
പക്ഷെ ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വരാൻ പറ്റി. എന്തായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദിവസം തന്നെ വരാൻ കഴിഞ്ഞത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഈ സന്തോഷത്തിൽ നമുക്കൊരു കേക്ക് മുറിച്ചാലോ അച്ഛൻ? തീർച്ചയായും വരൂ, അച്ഛന്റെ സാന്നിധ്യത്തിൽ. കൊള്ളാലോ, അടിപൊളി കേക്കാണല്ലോ. ഈ കേക്ക് ടേസ്റ്റി പുഡിംഗ് സ്പൈസി കേക്കാണ്. ആഹാ, അപ്പൊ എങ്ങനെയാ മുറിക്കല്ലേ? അച്ഛൻ തന്നെ മുറിച്ചോളൂ. ഇങ്ങനെ പറ്റില്ല, നിങ്ങൾ എന്തായാലും ഇന്ന് ഇത്തിരി സന്തോഷത്തോടെ ഇവിടെ വന്നല്ലോ. നമുക്ക് നാലോ കൂടെ ഒരുമിച്ച് മുറിക്കാം, 5 പേർക്ക്. ഓക്കെ ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു, താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അച്ഛന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കാന്ന് ഹാപ്പി പറഞ്ഞാൽ ക്രിസ്മസ്. ഈശോയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് തുല്യം. അച്ഛന് തരണം, അച്ഛനും. ആ, തീർച്ചയായിട്ടും. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്. താങ്ക് യു, സെയിം ടു യു. അപ്പൊ ഇന്ന് ഞങ്ങള് ഭയങ്കര ഹാപ്പിയിലാണ്. ഞാനും ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം രാവിലെ തന്നെ നിങ്ങളെ ഇത്രയും പേരെ കാണാനായിട്ട് സാധിച്ചത് ഒത്തിരി സന്തോഷം തോന്നി. നമുക്ക് കുറച്ച് നടന്ന് സംസാരിച്ചാലോ? ഉവ്വ. അച്ഛാ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ജനറേഷന് ക്രിസ്മസ്, അതിന്റെ ആഘോഷം, ആചാരങ്ങൾ, ഇതൊന്നിനെ കുറിച്ചിട്ട് അവർക്കൊരു ഐഡിയ ഇല്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതായതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അത് കുട്ടികൾക്ക് അത് ഗ്രഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അച്ഛന് ഒരു നല്ലൊരു മെസ്സേജ് ഇന്നത്തെ ഒരു ദിവസത്തിൽ കൊടുക്കാൻ സാധിച്ചല്ലോ, അതിലൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ഞങ്ങളെയും കൂടി പറയുമ്പോ തീർച്ചയായിട്ടും അത് ഇരട്ട സന്തോഷമായിരിക്കും അല്ലെ? അതെ അതെ. യുവതലമുറയെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാം എല്ലാം ഫാസ്റ്റാണ്, സ്പീഡാണ്. ഇപ്പൊ പലപ്പോഴും ഞങ്ങളൊക്കെ ആണെങ്കിൽ പോലും, ഇപ്പൊ എനിക്കധികം പ്രായമൊന്നുമില്ല എങ്കിൽ പോലും അങ്ങോട്ട് അവരുടെ ഒപ്പം എത്തിപ്പെടാനായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അവരുടെ കാലഘട്ടത്തിൽ നമ്മള് വലിയ പ്രബോധനങ്ങൾ അല്ലെ വലിയ തിയറി ഒന്നും പറഞ്ഞിട്ട് അവർക്ക് കാര്യമില്ല. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ? ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ ഈ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും സിമ്പിളായി പറയണമെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ദൈവം ലോകത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഓക്കെ, ഈ പുഞ്ചിരി ഒരു മഞ്ഞ് വീഴുന്ന രാത്രിയില് എല്ലാവരുടെയും പ്രകാശമായിട്ടത് മാറുകയാണ്. ആ പ്രകാശമാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന അമ്മയായ മറിയത്തിന് ആശ്വാസം നൽകിയതും യൗസേപ്പിതാവിന് ആകുലതകൾക്കിടയിൽ ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ബലമായതും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാർക്ക് വലിയൊരു പ്രത്യാശയുടെ വെളിച്ചം നൽകിയതും ഇതൊക്കെയും ഈ ഒരു പുഞ്ചിരിയുടെ പ്രകാശമായിരുന്നു. ഈ പുഞ്ചിരിയാണ് നമ്മുടെ ലോകം മുഴുവനും ഇന്ന് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. നമ്മള് വലിയ വലിയ പേരുകളും വലിയ തിയറികളും നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് പകരം ഈശോയെ പോലൊന്ന് പുഞ്ചിരിക്കാൻ അവരെ പഠിപ്പിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ ആശംസയാകും, ഏറ്റവും വലിയ ക്രിസ്തുമസ് ആകും. ക്രിസ്മസ് മെസ്സേജ് ഒന്ന് ഓർത്തു നോക്കിയേ, ഈശോ പുൽക്കൂട്ടിൽ ആരംഭിച്ച ആ ഒരു യാത്ര അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 33 വർഷങ്ങൾ കഴിയുമ്പോൾ കാൽവരിയും കുരിശുമരണവും അതിനിടയിൽ കല്ലറയും ഉയർപ്പുമൊക്കെ കഴിഞ്ഞ ദൈവിക മഹത്വത്തിൽ എത്തിച്ചേരുന്നത് വരെയും ഈ പുഞ്ചിരി കർത്താവ് ഒരിക്കലും കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വേദനകൾക്കിടയിലും മറ്റുള്ളവർക്ക് പുഞ്ചിരിയുടെ പ്രകാശമാകാൻ ഈശോ എന്നും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും യാത്രയിലല്ലേ? അതെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ആരംഭിച്ച് സ്വർഗമാകുന്ന ഭവനത്തിലേക്ക് പ്രത്യാശയോടെ നമ്മൾ നടത്തുന്ന യാത്രയാണ് നമ്മുടെ ഈ ജീവിതം. ഈ യാത്രയിലും കർത്താവ് നമ്മളോട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് കർത്താവ് ബാക്കിയാക്കി പോയ പുഞ്ചിരിയുടെ പ്രകാശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇന്ന് യാത്ര ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ക്രിസ്തുമസിന്റെ സന്തോഷം ഒരുപാട് സ്ഥലങ്ങളിലൂടെ നിങ്ങളിപ്പോ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിലും കണ്ടുമുട്ടിയ എത്ര പേരിൽ ഈശോയെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു? കണ്ടുമുട്ടിയവരിൽ എത്ര പേർക്ക് നമ്മുടെ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു? നമ്മൾ വിചാരിക്കും, എന്താ ഈ പുഞ്ചിരി കൊണ്ട് എന്തുണ്ടാകാനാ, എന്ത് മാറ്റം ഉണ്ടാകാനാ? ചിലപ്പോ ഈ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടെന്നുള്ള കാര്യമല്ല അല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ മുഖത്ത് കൊണ്ടുവരാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് എന്ത് സംഭവിക്കാനാണ്. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പുഞ്ചിരി കാരണം. ഈശോയും പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ എല്ലായിടത്തും ഈശോ കൊടുക്കാൻ മറക്കാതിരുന്നത് സ്നേഹത്തോടെയുള്ള നിഷ്കളങ്കമായ പുഞ്ചിരി.
പുഞ്ചിരിയായിരുന്നു. നിങ്ങളിപ്പോ ഈ യാത്ര പോവുകയാണെന്ന് പറഞ്ഞല്ലോ, പോകുന്നിടത്തൊക്കെയും എത്ര പേർക്ക് ഈ പുഞ്ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നൊന്ന് ഓർത്തേക്കുക. എത്ര പേരിൽ ഈ പുഞ്ചിരി കണ്ടെത്താൻ സാധിച്ചു എന്നുകൂടി ഒന്ന് നോക്കുക. അവിടെ ഈ ക്രിസ്തുമസിന്റെ അർത്ഥം നമുക്ക് പൂർത്തിയാകും. ക്രിസ്തുമസിന് ഇങ്ങനെ അർത്ഥം കൂടിയുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇങ്ങനെ കണ്ടുമുട്ടുന്നവരിലൊക്കെ ഈശോയെ കാണാനും നിങ്ങളുടെ മുഖത്ത് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുമ്പോൾ നമ്മുടെ ഈ വാക്യം പൂർത്തിയാവുകയാണ്. ദൈവം നമ്മോടുകൂടെ, നമ്മളിൽ തന്നെ. അപ്പോൾ ഈ ക്രിസ്തുമസ് എല്ലാവർക്കും വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ദൈവം പകർന്നു തന്ന പുഞ്ചിരിയുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നല്ല സന്ദേശം ഞങ്ങൾക്ക് തന്ന അച്ഛനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ക്രിസ്മസ്, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ എപ്പോഴും ഓർത്തിരിക്കും. ഞങ്ങൾ 4 പേരും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ഞങ്ങൾ എപ്പോഴും എല്ലാവരെയും കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കും. പിന്നെ അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇത് ഈ പള്ളിയുടെ പുറത്ത് ഇങ്ങനെ വലിയ അച്ഛന്മാരെ വല്ലതും കാണാറില്ലല്ലോ. ഇത് ഒരു ശവകുടീരമാണ്. നമ്മുടെ ദേവാലയം പത്രോസിന്റെയും പൗലോസിന്റെയും നാമധേയത്തിലുള്ളതാണ്. സെയിന്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ച് ആണ്. ഈ പള്ളിയില് 1981 കാലഘട്ടങ്ങളില് വികാരിയായി സേവനം ചെയ്തിരുന്ന മോൺസിഞ്ഞോർ ജോൺ സിറിൽ ഗോമസ് അച്ഛന്റെ ഭൗതിക ശരീരമാണ് ഇവിടെ ഉള്ളത്. അച്ഛൻ ഈ ഇടവകയ്ക്കും ഈ നാടിനും നൽകിയ ആ വലിയ നന്മകളെ ഓർത്ത് അച്ഛനോട്ടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ദേവാലയം പണിയുന്ന സമയത്ത് അച്ഛന്റെ ഈ ഭൗതിക ശരീരം ഇവിടെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓർമ്മ കൂടിയായിട്ടാണ് ഇതിവിടെ ഉള്ളത്. എല്ലാവരും വരുന്നവര് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, ഞങ്ങൾക്കും ഇങ്ങനെ തോന്നി. നടവഴിയുടെ ആ ഭാഗത്തായിട്ട് എല്ലാവരെയും ദർശിക്കണ വിധത്തിലാണ് ഇത് അടക്കം ചെയ്തിരിക്കുന്നത്. കാണാനും അദ്ദേഹത്തിനുള്ള ബഹുമാനവും ആദരവും എല്ലായ്പ്പോഴും ഉണ്ടാകാനും വേണ്ടിയാണ് അത് വെച്ചിട്ടുള്ളത് എന്നുള്ള. ഇത്രയും നല്ലൊരു ക്രിസ്മസ് സന്ദേശം നൽകിയ അച്ഛന് ഞങ്ങളുടെ വക, ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം എന്താണെന്നറിയാവോ? മേജർ പുട്ടുപൊടി. അച്ഛൻ കുറെ പുട്ടുണ്ടാക്കി ഞങ്ങൾ അടുത്ത കൊല്ലം വരുമ്പോ നല്ല തടി വെച്ചിരിക്കണേ. പിന്നെ എല്ലാവർക്കും കൊടുക്കണം പുട്ട് കേട്ടാ. പിന്നെ പൊതുവാൾ ഫുഡ് പ്രോഡക്റ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം. അച്ഛൻ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? എന്റെ പേര് പോലും ജോസ്മോൻ. ഞാൻ അച്ഛനായിട്ട് 3 വർഷമായിട്ടുള്ളൂ. 2023 ജാനുവരി 3-ാം തീയതിയാണ് അച്ഛനായത്. ഞാൻ ഇവിടെ അല്ല സേവനം ചെയ്യുന്നത്. ഞാൻ സേവനം ചെയ്യുന്നത് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലാണ്. അപ്പൊ അവിടെയാണ് എന്റെ ഈ കഴിഞ്ഞ 3 വർഷവും ചെലവഴിച്ചത്. അതുപോലെ കഴിഞ്ഞ 3 ക്രിസ്തുമസും അവിടെ തന്നെ ആയിരുന്നു. ഈ ക്രിസ്തുമസ് ഞങ്ങൾ അമ്മമാര് നമ്മള് ഭയങ്കര ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങള് ചെയ്യാനുണ്ട്. അപ്പൊ അച്ഛ എല്ലാത്തിനും നന്ദി. ഞങ്ങൾ അച്ഛന്റെ പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാവരും ഓർക്കും. അച്ഛനെ പോലെ നല്ലൊരു മകനെ തന്ന ആ അമ്മയെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും. അമ്മയുണ്ടല്ലോ അമ്മ അച്ഛനല്ല, എല്ലാരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. വീട് എഴുപുന്നയിലാണ്. അച്ഛന്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കുക. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. തീർച്ചയായിട്ടും. ഇനി മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒത്തിരി സന്തോഷം ഈ ദിവസം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെ കുറച്ചു നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് അച്ഛാ. അയ്യോ എന്റെ പൊന്നേ, ഭയങ്കര വിശപ്പ്. വണ്ടി എടുക്കും പൊളി, വിശന്നിട്ട് വയ്യ. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി അതാ ഞങ്ങൾ നോക്കിപ്പോ ഇത് കയറാതെ നന്നായിട്ടാ, ഇച്ചിരി പാടാണത്. എന്ത് രസല്ലേ സ്റ്റെപ്പ് കയറാൻ. അതെ, സുഖാണ്. 2-3 പ്രാവശ്യം കയറാൻ തോന്നുന്നുണ്ട്. മട്ടാഞ്ചേരിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് കഫേയാണിത്. നിങ്ങൾക്കറിയോ പേര്? മോക്ക. ഇവിടെയാണ് ആർട്ട് എക്സിബിഷൻ ഒക്കെ നടക്കാറുണ്ട്. മുസരിസ് ബിനാലയുടെ ഭാഗമായിട്ടുള്ള ഒരു പോർഷൻ ഇവിടെയാണ് ചെയ്യാറ്. ഒത്തിരി എക്സിബിഷൻ ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു പ്ലേസ് ആണിത്.
പക്ഷെ ഇപ്പൊ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ബിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സ്ഥലമാണ്, നല്ല ഫേമസ് ആയ സ്ഥലം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? എന്നിട്ട് പിന്നെ ബാക്കി അടിച്ചു പൊളിക്കുക. അതെ. അമരാവതി പള്ളിയിലൊക്കെ പോയി വന്ന് നല്ല പുണ്യവതികളായിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഒരു മനസ്സിന് മനസ്സിനൊക്കെ നല്ല ഒരു സ്വന്തം. ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയില് വന്ന് പിന്നല്ലേ. ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരംഭിക്കാം. നമ്മള് തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മള് കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ആർക്കും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഒരെണ്ണം കഴിക്കുന്നേ മതി. കഴിക്കേ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. നമ്മൾ ആരാ? പിന്നല്ലേ, റാണിനോടാണ് കളി. നോടാ കളി. നന്നായിട്ട് സൂപ്പറാണ്. കരിമീൻ എടുത്തോ? കരിമീൻ നന്നായിട്ടുണ്ട്. മീൻ നന്നായിട്ടുണ്ടോ? സാലഡ് എടുക്കുമ്പോൾ സാലഡ് ഒന്ന് കഴിച്ചു നോക്കിയേ. ഞങ്ങൾക്ക് കോഫിയാണ് വേണ്ടത്. വേറെന്തെങ്കിലും? വേറൊന്നും വേണ്ട. ഇതെല്ലാം ഇഷ്ടംപോലെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പള്ളിയിലേ കഴിഞ്ഞ് വന്നതല്ലേ. ക്രിസ്മസ് അല്ലേ മോനെ? മെരി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. മോളിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് 3 പെൺപിള്ളേരാണ് എനിക്ക്. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് മരിച്ചുപോയി. അതെ. പുള്ളിക്ക് ICB-ലായിരുന്നു. ACB-യാ? ആ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരെല്ലാം കല്യാണം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തോ ഹോട്ടൽ എന്തോ ഉണ്ട് തോന്നുന്നു. ആ, പാലൂട്ടൊരു ഹോട്ടലുണ്ട്. പിന്നെ നമ്മൾ കുറച്ചേ സംസാരിച്ചുള്ളൂ. കുക്ക് ചെയ്തപ്പോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ മോള് അമേരിക്കയിലാണ്. ഈ സുശീല, സോറി, സുശീല. എനിക്ക് അങ്ങനെ സുശീലയുടെ പാട്ടെല്ലാം ഫേമസ് ആണ്. നമ്മൾ പള്ളി നടക്കുന്നതല്ലേ. കോഫി വിത്തൗട്ട് ഏതാ? മെറി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. മെറി ക്രിസ്മസ് പറഞ്ഞു ഞാനും. ബീഫ് ഇതിന്, ചോറിന് മീന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട്. മോളെ ഇതാരാ ഉണ്ടാക്കിയത്? ആ കൈപുണ്യം പറഞ്ഞപ്പോ ഇത്ര പുറത്തില്ലാട്ടോ. ആൾക്കാരിങ്ങനെ കണ്ണു വെച്ച് കൊറേയൊക്കെ ടേസ്റ്റ് കുറഞ്ഞു ഒന്ന് ഒഴിഞ്ഞിട്ടുള്ളൂ. ശരി, വീട്ടിൽ ചെല്ലുമ്പോ അതിനുള്ള അങ്ങനെ ഒരു അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ അമ്മയും മോളെ ഏത് നേരം ഒഴിഞ്ഞിടിയില്ല. ഒരുവിധമായി അല്ലേ? അതിലെ ഫ്രൈയും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നന്നായിന്ന് എല്ലാവരും പറഞ്ഞില്ല കേട്ടോ. അത് നമ്മള് കഴിച്ചില്ല. കഴിക്കാം. ഞാനാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണം. ഇപ്പൊ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കേട്ടോ. സലാഡ് എങ്ങനെയുണ്ട്? നമ്മുടെ ക്രിസ്മസ് നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ. നമ്മള് ചിന്തിക്കാത്ത വിധത്തില്. പിന്നെ നമ്മുടെ ഡാൻസ് ഉണ്ട്. ഫോട്ടോസുകള് എല്ലാം എടുക്കാൻ മറന്നു പോരുത് കേട്ടോ. മെമ്മറി അല്ലേ? നമ്മുടെ ഈ കൂടലിന്റെ ഒരു മെമ്മറി. പിന്നെ അപ്പൊ നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ച് വരുന്നില്ലേ. ഇനി നമുക്ക് ഷോപ്പിംഗ്. ഇനി അങ്ങോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാം.
നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ പക്ഷേ ഈ പള്ളി കണ്ടോ, ഇത് വാസ്കോ ഡി ഗാമ ഇവിടെ അടക്കിയ ഒരു പള്ളിയാണ്. അതിന്റെ ചരിത്രം വാസ്കോ ഡി ഗാമനെ ഇവിടെയാണ് അടക്കം ചെയ്തത്. അതെ. അതാണ് വാസ്കോ ഡി ഗാമ പള്ളി എന്നാണ്. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തോണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ബോഡി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതൊക്കെ ഇവിടെ കണ്ടിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാമോ? നമുക്ക് വാ. ഇനിയാണ് നമ്മുടെ പർച്ചേസിംഗ്. ഇഷ്ടപ്പെട്ട ഫുഡും പർച്ചേസിംഗ്. നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പർച്ചേസിംഗ് ചെയ്യാം. ക്രിസ്മസിന് പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട്. പേഴ്സൊക്കെ എടുത്തിട്ടുണ്ടോ? ആ ബേസൊക്കെ ഉണ്ട്. ചിരിച്ചു വണ്ടിയിലിരിക്കണ്ടല്ലോ. മോനെ, ഇവിടെ നമ്മുടെ ഈ ഇങ്ങനെ പോകുന്ന വഴിക്ക് കഫ്താൻ കിട്ടുന്ന കട വല്ലതും? ഇവിടെയും കിട്ടും, പിന്നെ അപ്പുറത്ത് കിട്ടും, പിന്നെ 1-2 കട അപ്പുറത്തേക്ക് കിട്ടും. റീസണബിൾ റേറ്റ് ആണെല്ലാം. മലയാളി നാട്ടുകാർ റേറ്റ് ആണ്, വലിയ റേറ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള സ്റ്റാച്യൂസും ഹാൻഡിക്രാഫ്റ്റ് ആണ് കൂടുതൽ. പിന്നെ ബാഗ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഇങ്ങനെ അന്വേഷിച്ച കിട്ടുമല്ലോ. എല്ലാ ഐറ്റംസും ഇവിടെ. പേരെന്താ? അൻസാരി. അൻസാരി. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഇതാണ് കപ്താൻ. ഇതേതാ കപ്താൻ? ഞാനോർത്ത് ഇനി ഈ മന്തി എന്നൊക്കെ പറയുന്ന പോലെ വല്ല തിന്നാനുള്ള സാധനം. ഇച്ചിരി ലെങ്ത് ആയിട്ടുള്ളതുണ്ടാവോ? നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്ന വിധത്തില്. പേരെന്താ? ഒന്ന് കാണിച്ചു തരുമോ? ഇതാണ് കപ്താൻ. വേറെ ഡിസൈൻ, ഇച്ചിരി കൂടി നല്ല ഒരു പാറ്റേൺ. രണ്ട് ചുവപ്പ്, നമുക്ക് 2 നീല്. അതല്ലേ 4 ഒരു 10 നോക്കിയാലോ? അങ്ങനെ വേണ്ടാന്ന്, 2 കളർ. എങ്ങനെ ഇടുമെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ തലവഴി ഇടും. പിന്നെ കെട്ടി വെക്കാനുണ്ട്. അങ്ങനെ വലിച്ചു കെട്ടാനുണ്ട്. ആരാ ഇങ്ങനെ മുറുക്കുന്നു? പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഒരു പാമ്പുണ്ട്. പിള്ളേരൊക്കെ പറ്റിക്കാം. തൊപ്പിയൊന്നും നോക്കാൻ ചേട്ടാ, നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ. നടക്കാനൊക്കെ ഉള്ളതല്ലേ. സൂപ്പർ. അപ്പൊ ഇത് എടുക്കാം. അതെടുത്തോ. ഓക്കെ, ഇന്നേ ഇത് പറ്റുള്ളൂ. ഇന്നൊരു ദിവസം നമുക്ക് ഫ്രീ എന്നേക്കണതന്നെ അല്ല മക്കള്. കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചാൽ മതി. ഇത് 2 എണ്ണമാണ് എടുത്തേക്കണത്. ഇത് 2 എണ്ണം. ഗ്രീനും അതും കൂടെ ചേർന്ന് ഞാൻ ഇവളുടെ കയ്യിൽ നിന്ന് ഇടിയിട്ടിട്ട് മേടിച്ച സാധനമാണത്. കോക്കനട്ട് ഷെല്ലാണ്. ഷെല്ലിന്റെ നൈലോണും ഷെല്ലും കോട്ടൺ ത്രെഡും. നൈലോൺ ത്രെഡ് നമ്മുടെ മക്കൾക്ക് നല്ല രസമുണ്ട്. പാന്റും ഉണ്ട്. അതാണ് അതിന്റെ പാന്റ് ഞാൻ ചോദിച്ചാൽ കണ്ടത്. പല കളറുണ്ട്. പല കളറുണ്ട്, ഒരുപാട് കളറുണ്ട്. ചൂടാണ്. നമുക്ക് ഡമ്പടെ പറ്റിയല്ല. നമ്മൾക്ക് പറ്റില്ല. ഭയങ്കര ചൂടാ. ഞങ്ങളെ ചൂടുകാരാ. ഈ കളവികളും ഞങ്ങള് പെട്ടെന്ന് ചൂടാവും. പെട്ടെന്ന് ചൂടാവുന്നവരാ ഞങ്ങള്. മോളി ഇതാ കേക്ക് മേടിച്ചിട്ടിടാം. ഈ കളറില്ലേ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണമെങ്കിൽ ഇത് തരാം. ഇതെടുത്തോ, എനിക്കത് തന്നേക്കുള്ളൂ. ഈ കളർ മതി. ആ കളർ മതി. എടുത്തോളൂ. എനിക്കൊരാഗ്രഹം. ഏതിലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, എനിക്ക് അറിയാനൊന്നും പാടില്ല, എന്നാലും മാർഗംകളി കളിക്കണമെന്നൊരാഗ്രഹം. ഏത് കാര്യവും സാധിച്ചു തരാൻ ഇവിടെ ഒരു
പെർഫെക്റ്റ് നിപ്പുണ്ട്. പറഞ്ഞോളൂ. മാർഗം കളിയുടെ സ്പെഷ്യലിസ്റ്റ് ആണത്. ഞാൻ കളിക്കില്ല കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ എടപ്പള്ളി പള്ളിയിൽ മത്സരത്തിൽ കളിച്ചു, പിന്നെ നമ്മുടെ ചങ്ങമ്പുഴ പറമ്പിൽ മത്സരത്തിൽ കളിച്ചു. അത് സാരമില്ലെന്ന്. ഇതിപ്പോ ഇവരെല്ലാം നമുക്ക് പ്രോത്സാഹനം തരാൻ വേണ്ടി നിൽക്കുമല്ലേ, നമുക്ക് മത്സരമൊന്നും അല്ലല്ലോ. നമ്മൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ കൂടെ സൂര്യ ടിവിയില് ക്രൂസ് എല്ലാം ഉണ്ട്, ഉമ്മ എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല സുഖമായിട്ട് ഇവിടെ കളിക്കാം. ഇവിടെ ആരും ഒന്നും പറയില്ല, നമുക്ക് നല്ല സുഖമല്ലേ, കളിക്കാം. കാര്യം ചെയ്ത് നിങ്ങൾ എന്നാ സൈഡിൽ ഇവിടെ നിൽക്കാം. ഓൾ ദ ബെസ്റ്റ്. മഹിമയോടരിമകളെല്ലാം ചെയ്യും മനോവിവാദിത്തം വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല.